ഹലോ. അപ്പോൾ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. കോഫിയുടെയും ചായയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് 3 തവണയായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇത് 3 തവണയായിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര 2-3 തവണയായിട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഈ മുട്ടയും പഞ്ചസാരയൊക്കെ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതവിടെ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ മുട്ട നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പാൽ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു ഭാഗം ഇതിൽ നിന്ന് കട്ടായി പോയതാണ്. അപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുള്ള പാല് ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2-3 തവണയായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഇത് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കുക. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. കുത്തി ഇളക്കി കഴിഞ്ഞാൽ നമ്മളെ കേക്കിൻ്റെ ബാറ്റർ പെട്ടെന്ന് തന്നെ താഴ്ന്നു പോകും. അങ്ങനെ ആയാലും നമ്മളെ കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 തവണയായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു കേക്ക് ബാറ്റർ നമുക്ക് പകുതി ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ ഈ ഒരു കേക്ക് ബാറ്ററിൻ്റെ പകുതി ഭാഗം ഞാൻ വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പകുതി ഭാഗം മാറ്റി വെച്ച ഒരു ബാറ്ററിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. കൊക്കോ പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് കുറച്ച് ടൈറ്റായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാല് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിൽ ഓയിലെല്ലാം ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പറെല്ലാം നേരത്തെ തന്നെ ഒട്ടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഓരോ കയ്യിൽ മാറിയിട്ട് നമുക്ക് ഇതുപോലെ ആദ്യം വൈറ്റ് കളറിലുള്ള കേക്ക് ബാറ്ററും പിന്നെ ബ്രൗൺ കളറിലുള്ള കേക്ക് ബാറ്ററും അങ്ങനെ മാറിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇത് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ളൊരു വലിയ പാനിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് അടി കട്ടിയുള്ളൊരു പാത്രമാണ് കേട്ടോ. അതിൽ വെച്ചിട്ട് ഒന്ന് 45 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് ഇവിടെ ചൂടൊക്കെ ഒന്ന് മാറിയപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്